Hi, Namaskaram. I am Dr. Kavya Arun, wellness coach and lifestyle physician. Redefine your life in 100 days wellness coaching program. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 11. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ സ്ട്രെസ് കാരണമാണോ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നത്, ഹോർമോണൽ ഇംബാലൻസ് കാരണമാണോ സ്ട്രെസ് ഉണ്ടാവുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. പലരും പറഞ്ഞു അത് മുട്ടയാണോ കോഴിയാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് എന്ന്. അതെ, ഇത് രണ്ടും വളരെ നല്ല രീതിയിൽ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്ട്രെസ് കൊണ്ടാണോ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നത് എന്ന ക്വസ്റ്റ്യൻ ഒന്ന് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. യഥാർത്ഥത്തിൽ എന്താണ് സ്ട്രെസ്? അതായത് ഒരു മൃഗത്തിന്റെ മുന്നിൽ ഒരു സിംഹം വന്ന് നിൽക്കുമ്പോൾ അതിന് തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് അതിൻ്റെ തലച്ചോറിനോട് ചോദിക്കുമ്പോൾ തലച്ചോറ് അതിനുള്ള മറുപടിയായിട്ട് ഒന്നുകിൽ ഓടുക അല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കൊടുക്കുകയും ശരീരത്തിൽ നിന്ന് അതിന് വേണ്ട ഊർജവും അതിന് വേണ്ട ആവശ്യമായിട്ടുള്ള എല്ലാ ശക്തിയും നൽകാൻ വേണ്ടി ഒരു ഹോർമോണിനെ റിലീസ് ചെയ്യും. അതാണ് കോർട്ടിസോൾ, അതേപോലെ അഡ്രിനാലിൻ. ഈ കോർട്ടിസോളിന്റെ സഹായത്തോടു കൂടി ആ ഒരു സിറ്റുവേഷനെ അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഓടി രക്ഷപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ അതിനോട് പൊരുതി ജയിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സ്ട്രെസ് ഹോർമോണിന്റെ റോൾ. ഇത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം തന്നെയാണ്. ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോണാണിത്. നമ്മളുടെ തോട്ട്സ് ആണ് ഈ ബ്രെയിനിന് ഈ ഒരു ഇമോഷൻ കൊടുക്കുന്നത്. ഞാൻ സ്ട്രെസ്ഫുൾ ആണ്, ആ ചിന്തയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ചിന്ത നിങ്ങൾ കട്ട് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഒരു ഫാമിലി ഇഷ്യൂ ആണ് ഉള്ളതെങ്കിൽ നമ്മൾ എപ്പോഴും നിരന്തരം ആ ഒരു പ്രശ്നത്തിലേക്ക് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതെല്ലാം സോൾവ് ചെയ്തു എന്ന് ചുമ്മാ മനസ്സിനെ ധരിപ്പിക്കുക. ഇനി നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആണുള്ളത് എങ്കിൽ അത് വീണ്ടും വീണ്ടും എനിക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ട്, എനിക്ക് അത് പ്രശ്നമുണ്ട് എന്നിങ്ങനെ ആലോചിക്കുന്നതിന് പകരം ഞാനിപ്പോൾ സമാധാനത്തോടെ ജീവിക്കുന്നു, എനിക്കിപ്പോൾ വേണ്ട സാമ്പത്തിക ഭദ്രതയുണ്ട് എന്ന് മനസ്സിലേക്ക് കൊടുക്കുക. ഇത് ബ്രെയിനിലേക്ക് ഒരു തോട്ട്സ് കൊടുക്കും, എവറിത്തിങ് ഈസ് സോൾവ്ഡ്, അപ്പോൾ ഇനി കോർട്ടിസോളിൻ്റെ ആവശ്യമില്ല, അതിനോട് ഇനി റിലീസ് ചെയ്യേണ്ട എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കും, മറ്റ് ഹോർമോൺസിലേക്ക് വീണ്ടും ഇത് ഫോക്കസ് ചെയ്ത് അതിന് സ്റ്റെബിലൈസ് ചെയ്യും. സ്ട്രെസ് മാനേജ്മെന്റ് ചെയ്യാൻ യോഗ എങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്നു എന്നുള്ളതിനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. സോ സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി ആൻഡ് സീ യു ടുമോറോ. താങ്ക് യു.